ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തത്. അതെ, 10-30ഓളം ചോദ്യങ്ങൾ, കാറ്റഗറി 2വുമായി ബന്ധപ്പെട്ട 10-30ഓളം ചോദ്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തു അല്ലേ? ഇന്ന് നമുക്ക് വികാസ തത്വങ്ങൾ, വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ആണല്ലോ? അപ്പോൾ വികാസ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് പലപ്പോഴും വികാസവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്ന് ചോദിക്കാറുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പൊ വികാസ തത്വങ്ങൾ അറിയാതെ ഏതാണ് ശരി എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയില്ല. പറ്റുമോ? ഇല്ല. അപ്പൊ അതിൽ ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് വികാസം അനുസ്യൂതമാണ് എന്നുള്ളതാണ്. വികാസം അനസ്യൂതമാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ് എന്നാണ്. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. വികാസം, അതെ, ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. എപ്പോൾ മുതലാണ് തുടരുന്നത്? ജനിച്ചത് മുതൽ. ഗർഭധാരണം തൊട്ട് അത് ആരംഭിക്കുന്നു അല്ലേ? എത്ര വരെ? അതിന്റെ അവസാനം എവിടെയാ? മരണം വരെ. അപ്പൊ ഇതിനിടയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നല്ലേ? ചിലപ്പോൾ വേഗത കുറയാം, ചിലപ്പോൾ വേഗത കൂടാം. അപ്പോ ദ്രുതഗതിയിലും മന്ദഗതിയിലും വികാസം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ദ്രുതഗതിയിലും മന്ദഗതിയിലും വികാസം നടന്നുകൊണ്ടേയിരിക്കുന്നു, ജനനം മുതൽ മരണം വരെ. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവനയാണ് ഞാൻ പറഞ്ഞത്, വികാസം അനസ്യൂതമാണ്. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. ധാരണയായില്ലേ? ഓക്കെ. രണ്ടാമത്തത് ഡെവലപ്മെന്റ് ഈസ് ഓർഡേർലി എന്നാണ്. ഡെവലപ്മെന്റ് ഈസ് ഓർഡേർലി. വികാസം ക്രമീകൃതമാണ്. വികാസം ക്രമീകൃതമാണ്, ഓർഡേർലിയാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു കുട്ടി കൗമാരത്തിലേക്ക് എത്തുന്നുണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് ജനിച്ച ഒരു കുട്ടി കൗമാരത്തിലേക്ക് എത്തുവോ? ഇല്ല. ഏതെല്ലാം ഘട്ടങ്ങൾ കടന്നു പോണം? ശൈശവം, ബാല്യം, കൗമാരം അല്ലെ? അതിൽ തന്നെ ആദിബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം. അന്ത്യബാല്യം. ഇതൊക്കെ കടന്നിട്ട് വേണം കൗമാരത്തിലേക്ക് എത്താൻ. അപ്പൊ അതിനൊരു ക്രമമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ. പൊടുന്നനെ ഒരു കുട്ടി സംസാരിക്കാൻ പഠിക്കുന്നുണ്ടോ? ജനിച്ച ഉടനെ സംസാരിക്കോ? ഇല്ല. കുട്ടി ഒരുപാട് കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തതിന് ശേഷമാണ് സംസാരത്തിലേക്ക് പോകുന്നത്. ഒരു പുതിയ വാക്ക് എങ്ങനെയാണ് കുട്ടി പഠിക്കുന്നത്? ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും അല്ലേ? അപ്പോ വികാസം എന്ന് പറയുന്നത് ക്രമീകൃതമാണ്.
ഡെവലപ്മെന്റ് ഈസ് ഓർഡേർലി എന്ന് പറയും. അത് രണ്ട് വിധത്തിലുണ്ട് എന്ന് പറയാറുണ്ട്. ഒന്ന്, ശരീരവികാസത്തിൽ ശിര പാദാഭിമുഖക്രമം പാലിക്കപ്പെടുന്നു. ശാരീരിക വികാസത്തിൽ ശിര പാദാഭിമുഖക്രമം പാലിക്കപ്പെടുന്നു. പാദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തല മുതൽ കാല് വരെ, തല മുതൽ കാല് വരെ അല്ലെങ്കിൽ പാദം വരെ സെഫലോകോഡൽ സീക്വൻസ് എന്നാണ് പറയാ. സെഫലോകോഡൽ സീക്വൻസ്. തല മുതൽ പാദം വരെയുള്ള ക്രമം പാലിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഗർഭഘട്ടത്തിൽ എല്ലാ ജീവികളിലും തലഭാഗമാണ് ആദ്യം വികാസം പ്രാപിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നവജാത ശിശുവിൻ്റെ മൊത്തം നീളത്തിൻ്റെ 1/3 തലയായിരിക്കും. ക്രമേണയാണ് തൻ്റെ ശരീരപ്രകൃതത്തിനനുസരിച്ച് തലയും എന്തായി മാറുക? ആ പ്രകൃതത്തിനനുസരിച്ച് ആയി മാറുക. മറ്റൊരു കാര്യം നമുക്കറിയാം, കുട്ടിയെ ആദ്യം തന്നെ നമ്മൾ കഴുത്തുറക്കാതെ ഇങ്ങനെ എടുക്കാറുണ്ടോ? കഴുത്തും കൂട്ടിയിട്ടല്ലേ നമ്മൾ എടുക്കാറ്? അതെ. അപ്പൊ പിൻഭാഗത്തെ പേശി വികാസം നടക്കുന്ന പിന്നീടാണ് എന്ന് നമുക്ക് വേണം പറയാം. അല്ലെങ്കിൽ കഴുത്തുറക്കുക എന്ന ചൊല്ല് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കുട്ടീനെ അങ്ങനെ എടുക്കലാണ്. കുട്ടിക്ക് കഴുത്ത് ഉറച്ചിട്ടില്ല, അതിന്റെ കഴുത്തിന്റെ പിറകു വശത്ത് കൈ കൊടുത്തിട്ട് എടുക്കുക എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പാകമായിട്ടില്ല, കുട്ടിയെ അങ്ങനെ എടുക്കാൻ ആയിട്ടില്ല. അപ്പോ പേശി വികാസത്തില് കഴുത്ത്, ഉടൽ, കാൽ എന്നിവിടങ്ങളിലെ പേശികൾ ക്രമത്തിലാണ് വികസിക്കുന്നത്. അപ്പോൾ ശാരീരിക വികാസത്തിൽ ശിരപാദാഭിമുഖക്രമം പാലിക്കപ്പെടുന്നു, തല മുതൽ പാദം വരെ. അതിനെ പറയുന്ന പേരാണ് സെഫലോകോഡൽ സീക്വൻസ്. പല പരീക്ഷകളും ചോദിച്ചിട്ടുണ്ട്. സെഫലോകോഡൽ സീക്വൻസ് എന്നാൽ, സെഫലോകോഡൽ സീക്വൻസ് എന്നാൽ എന്താണ്? തല മുതൽ പാദം വരെയുള്ള വികാസം എന്ന് പറഞ്ഞാൽ അത് ക്രമീകൃതമാണ്, ഓർഡേർലി ആണ്. ആദ്യം തല വികസിക്കുന്നു, പിന്നീടാണ് ബാക്കി ഉടലിന്റെ ബാക്കി എല്ലാ ഭാഗവും വികാസം പ്രാപിക്കുന്നത്. രണ്ടാമത്തത്, വികസനത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, സാമീപ്യ ദൂരസ്ഥി ദിശാക്രമം. സാമീപ്യ ദൂരസ്ഥി ദിശാക്രമം. പ്രോക്സിമോ ഡിസ്റ്റൽ ഡിറക്ഷൻ. പ്രോക്സിമോ ഡിസ്റ്റൽ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾഭാഗത്തുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ, എൻ്റെ ശരീരത്തിലെ ഉൾഭാഗത്തുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെയായിരിക്കും? അല്ലെ മനുഷ്യന്റെ ശരീരത്തിലെ ഉള്ളിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെയാ? കരള്, ഹാർട്ട്, പിന്നെയോ ശ്വാസകോശം, അല്ലേ? വൃക്ക. ഇങ്ങനെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട അതെ ഹൃദയം. അപ്പൊ ഉൾഭാഗത്തെ പ്രധാനപ്പെട്ട അവയവങ്ങൾ അവയുടെ വികാസം പ്രാപിച്ചതിന് ശേഷം മാത്രമാണ്, അല്ലെ? അങ്ങനെ മർമ്മപ്രധാനമായ എല്ലാ അവയവങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് വിരൽത്തുമ്പിലേക്ക് വികാസമെത്തുന്നത്. വശങ്ങളിലേക്ക് എന്ന ക്രമം.
ശരീരമധ്യത്തിൽ നിന്ന് മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക്. ക്ലിയർ ആയോ? ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. അപ്പോൾ ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്കകൾ എന്നീ മർമ്മപ്രധാനമായ എല്ലാ അവയവങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ച ശേഷം മാത്രമാണ് വിരൽത്തുമ്പിലേക്ക് വികാസം എത്തിച്ചേരുന്നത്. അല്ലെ ഇങ്ങനെ വേണം പറയാം, കമിഴ്ന്ന് നീന്തിയതിന് ശേഷം മാത്രമാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? കൈകാലുകൾ ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങുന്നത്. അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളെ ഇഴഞ്ഞു നീങ്ങാറുണ്ടോ? അങ്ങനെ ഒരു പ്രോസസ്സ് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കുട്ടികളെ അധികം കാണാറുണ്ടോ? അതെ. എന്തുകൊണ്ടാ? ഓരോന്നോ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോ അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാം, ആദ്യം ഉടൽ, പിന്നെ കൈവിരൽ എന്ന ക്രമത്തിലുള്ള വികാസം നടക്കുന്നു. ഉടൽ, കൈവിരൽ തുടങ്ങിയ ക്രമത്തിലുള്ള വികാസം നടക്കുന്നു. അപ്പോ വികസനത്തില് ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. അതിനെ വിളിച്ചാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ഡിറക്ഷൻ. പ്രോക്സിമോ ഡിസ്റ്റൽ ഡിറക്ഷൻ. അപ്പൊ പ്രോക്സിമോ ഡിസ്റ്റൽ ഡിറക്ഷൻ എന്നാൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക്. ഇപ്പൊ പറഞ്ഞ രണ്ടെണ്ണം ചേർത്തിട്ട് നമുക്ക് മൊത്തത്തിൽ എന്ത് വിളിക്കാം? വികാസം ക്രമീകൃതമാണ്. ഡെവലപ്മെന്റ് ഈസ് ഓർഡർലി. അതിന്റെ ഉൾഭാഗത്ത് വരുന്ന രണ്ട് പ്രസ്താവനകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് സെഫലോ കോഡൽ സീക്വൻസ്, രണ്ട് പ്രോക്സിമോ ഡിസ്റ്റൽ ഡിറക്ഷൻ എന്നീ രണ്ട് ക്രമങ്ങൾ പാലിക്കപ്പെടുന്നു. ഓക്കെ, ധാരണയായോ രമ്യ? രമ്യ സ്ഥലത്തില്ലേ? രജിത? ഓക്കെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തതില് അതിനകത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാനിപ്പോ സൂചിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ തത്വം വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. എന്താ സഞ്ചിതം എന്ന് പറഞ്ഞാല്? ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ് എന്ന് വേണം പറയാം. ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. എന്താ സഞ്ചിത സ്വഭാവം എന്ന് പറഞ്ഞാൽ? ഓരോന്ന് ചേർന്നുണ്ടാകുന്നതല്ലേ? ഒന്നു ചേർന്നുണ്ടാകുന്ന വികാസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ കുട്ടി കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. കുട്ടി കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. ഇതെല്ലാം ഒന്ന് ചേർന്നുണ്ടാകുന്ന സംവേദനമാണ് പ്രത്യക്ഷണത്തിന് കാരണമായി തീരുന്നത്. അപ്പൊ സെൻസേഷൻ പെർസെപ്ഷന് കാരണമായി തീരുന്നു. പെർസെപ്ഷൻ കോൺസെപ്ച്വലൈസേഷന് കാരണമായി തീരുന്നു, അല്ലെങ്കിൽ സംപ്രത്യക്ഷണത്തിന് കാരണമാകുന്നു. സംവേദനം ആരോ മാർക്ക്, പ്രത്യക്ഷണം ആരോ മാർക്ക്, സംപ്രത്യക്ഷണം. അവിടുന്ന് ആരോ മാർക്ക് ഇൻസൈറ്റ്. എന്താ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ? അന്തർദൃഷ്ടി. അന്തർദൃഷ്ടിയിൽ നിന്നെന്താ ഉണ്ടാവേണ്ടത്? പ്രോബ്ലം സോൾവിങ് അല്ലേ? കാണുക, കേൾക്കുക, സ്പർശിക്കുക അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊക്കെ സംവേദനമാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ കൈപ്പക്കക്ക് കയ്പാണ് എന്ന് പറയുമ്പോൾ കൈപ്പക്കയുടെ രൂപവും രുചിയും മനസ്സിലില്ലേ? ഉണ്ട്.
അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നത് അങ്ങനെയാണ്. അപ്പൊ വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ് എന്ന് പറയും. സംവേദനം പ്രത്യക്ഷണത്തിനും പ്രത്യക്ഷണം സംപ്രത്യക്ഷണത്തിനും. ഇങ്ങനെ തന്നെയാണ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇത് ഏതുമായി ബന്ധപ്പെട്ട വികാസമാണ്. അപ്പൊ വികാസം ക്യുമുലേറ്റീവ് ആണ്, സഞ്ചിത സ്വഭാവത്തോടു കൂടി എന്നുള്ളതാണ് പ്രസ്താവന. വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയിട്ടുള്ളതാണ്. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. സംവേദനം പ്രത്യക്ഷണത്തിനും പ്രത്യക്ഷണം സംപ്രത്യക്ഷണത്തിനും സംപ്രത്യക്ഷണം ഇൻസൈറ്റിലേക്കും, ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ അന്തർദൃഷ്ടിയിലേക്കും, അന്തർദൃഷ്ടി പ്രോബ്ലം സോൾവിങ്ങിലേക്കും സഹായിക്കുന്നു. അപ്പൊ കേൾവിയില്ലാതെ ഭാഷണമില്ല, ഭാഷണമില്ലാതെ വായനയില്ല, വായനയില്ലാതെ ലേഖനമില്ല. അങ്ങനെ മനസ്സിലാക്കാം. ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാഷാവികാസവും സഞ്ചിത പ്രക്രിയയുടെ ഫലമായിട്ടാണ് നടക്കുന്നത്. ക്ലിയർ ആയോ? ഭാഷാവികാസവും സഞ്ചിത പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഭാഷണമില്ലാതെ വായനയില്ല, വായനയില്ലാതെ ലേഖനമില്ല. ഒരു ചിത്രം കണ്ടു നമ്മള്, ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് അല്ലേ? നമ്മൾ ആദ്യം പറയൂലേ? ചെറിയ ക്ലാസ്സുകളിൽ ചിത്രവായന എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഇല്ലേ? 1-ാം ക്ലാസ്സിലൊക്കെ പുസ്തകങ്ങൾ നോക്കുക. ആ പുസ്തകത്തിലെ നിരവധി ചിത്രങ്ങൾ കാണും. ആ ചിത്രങ്ങൾ ക്ലാസ് റൂമിൽ ഉപയോഗപ്പെടുത്താറുണ്ടോ നമ്മള്? ഉണ്ടോ? എങ്ങനെ? വർക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തി. അപ്പോ ഒരു പേജ് മുഴുവൻ ചില സമയത്ത് ചിത്രങ്ങളായിരിക്കും പാഠഭാഗത്ത്. ഈ ചിത്രങ്ങളെ അവഗണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? കുട്ടിയുടെ ഭാഷാ വികാസത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ സർഗശേഷിയെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. അല്ലെങ്കിൽ കുട്ടിക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അറിയാത്ത കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കപ്പെടണം. അപ്പോൾ ഭാഷാവികാസത്തെ സഹായിക്കുന്ന തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ അവിടെ നടക്കേണ്ടതുണ്ട്. അപ്പൊ കാണുക എന്നുള്ളൊരു പ്രവർത്തനം അല്ലെ, ചിത്രവായന നടക്കുന്നു അവിടെ, വായന എന്നുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നു. ശേഷമാണ് ലേഖനത്തിലേക്ക് പോകുന്നത്. എന്തൊക്കെ കാണുന്നു, പറയാനുള്ള അവസരം കൊടുക്കുന്നു, പാടാനുള്ള അവസരം കൊടുക്കുന്നു, പിന്നീട് എഴുതാനുള്ള അവസരം കൊടുക്കുന്നു. പാടാനും പറയാനും എഴുതാനും ഒക്കെയുള്ള അവസരം ക്ലാസ് റൂമിൽ കൊടുക്കുന്നു. ഇപ്പൊ വികാസം എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്, സഞ്ചിത സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. ഇതാണ് 3-ാമതായിട്ട് ഞാൻ പറഞ്ഞ വികാസ തത്വം. 4-ാമത്തത് വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, വികാസം സാമാന്യത്തിൽ നിന്നും വിശേഷണത്തിലേക്ക് കടക്കുന്നു. സാമാന്യത്തിൽ നിന്ന് വിശേഷണത്തിലേക്ക്, അണ്ടർലൈൻ ഇടണം. വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അണ്ടർലൈൻ ഇടേണ്ട അവിടെയാണ്, ജനറൽ ടു സ്പെസിഫിക്. ഇതും ചില പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. വികാസം എന്നാൽ ഇതിനെ തലതിരിച്ചിട്ടാണ് കുറെ കൊടുത്തത്. സ്പെസിഫിക് ടു ജനറൽ, ജനറൽ ടു സ്പെസിഫിക്. അപ്പൊ ഉത്തരം എന്താ? ജനറൽ ടു സ്പെസിഫിക്. അങ്ങനെ പറഞ്ഞാൽ എന്താ? വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്കാണ് കടക്കുന്നു എന്ന് പറയുന്നു. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഒരു നവജാത ശിശുവിനെ സൂക്ഷ്മപേശികൾ ചലിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കുട്ടി എല്ലാം സ്ഥൂലമായിട്ടാണ് ചലിപ്പിക്കുന്നത് അല്ലേ? തൻ്റെ കൈ മൊത്തമല്ലേ കുട്ടി കുലുക്കുക? ഒരു കൈവിരലായിട്ട് കുട്ടിക്ക് എടുക്കാൻ പറ്റുമോ?
ഇല്ല. രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് കുട്ടി കളിപ്പാട്ട് എടുക്കോ? രമ്യ, രണ്ട് കൈവിരൽ ഉപയോഗിച്ചിട്ട് കുട്ടി കളിപ്പാട്ട് എടുക്കോ? അതെ. അപ്പോ കൈ മൊത്തത്തിൽ കുട്ടി ഉപയോഗപ്പെടുത്തും, കൈ വിരലുകളും മൊത്തത്തിൽ ഉപയോഗപ്പെടുത്തും അല്ലേ? എന്ന് പറഞ്ഞാൽ കൈപ്പത്തി അപ്പാടെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഇനി കുട്ടിക്ക് ദേഷ്യം വന്നാലോ? ഏതെങ്കിലും ഒരു ശരീരഭാഗം മാത്രമാണോ കുട്ടി അനക്കുന്നത്? അല്ല, ശരീരഭാഗം മൊത്തം അളക്കൂലേ? കുറച്ച് വളർന്നു കഴിഞ്ഞാലോ? കുറച്ച് വളർന്നു കഴിഞ്ഞു, ആ കുട്ടി കരയുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചിലപ്പോൾ അനങ്ങോ? ഇല്ല. അപ്പൊ തീവ്രത എങ്ങനെയായിരിക്കും? തീവ്രത ചില സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പൊ കുട്ടി അങ്ങനെ ശാഠ്യം പിടിച്ചിട്ടൊന്നും പിന്നീട് കുറച്ച് വളരുമ്പോൾ അങ്ങനെ കരയില്ല, തന്റെ ശരീരം മൊത്തം കുലുക്കുകയോ പിന്നെ ദേഷ്യപ്രകടനം നടത്തുകയും ചെയ്യില്ല. അപ്പോ വികാസം എന്ന് പറയുന്നത് സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്കാണ്. എന്തിനാണ് ചെറിയ ക്ലാസ്സുകളിൽ സൂക്ഷ്മപേശി വികാസത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത്? സൂക്ഷ്മപേശി വികാസത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ താഴെ ചെറിയ ക്ലാസ്സുകളിൽ കൊടുക്കാറുണ്ട്. നഴ്സറി മുതൽ അല്ലെ അങ്കണവാടി മുതൽ അങ്ങോട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. എന്തൊക്കെ പ്രവർത്തനങ്ങളാ കൊടുക്കാറ്? ഉദാഹരണത്തിന് മഞ്ചാടി പെറുക്കുക എന്ന്, ഷഹാന, മഞ്ചാടി പെറുക്കുക എന്നുള്ള ഒരു പ്രവർത്തനം എന്തിനാ? പേശി വികാസത്തിനാണ് അല്ലെ? കൈവിരലുകളുടെ വികാസത്തിനാണ്, അല്ലെങ്കിൽ ചാലക വികാസത്തിനാണ്. കീറുക, മുറിക്കുക, ഒട്ടിക്കുക, നിർമ്മിക്കുക അല്ലെ? കല്ലകൾ കോർക്കുക. അപ്പൊ കണ്ണും കയ്യും അല്ലെ, കുട്ടിയുടെ ബ്രെയിനും തലച്ചോറുമെല്ലാം ഏകോപിപ്പിക്കുന്ന പ്രവർത്തനം നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കാറുണ്ട്. തലച്ചോറും കണ്ണും കയ്യും അല്ലെ എല്ലാം ഏകോപിപ്പിക്കുന്ന, ഇതെല്ലാം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ പ്രവർത്തനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഏകോപിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെ എന്താ വിളിക്കുക നമ്മള്? തലച്ചോറ്, കണ്ണ്, കൈ തുടങ്ങിയവയെല്ലാം ഏകോപിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയെ എന്ത് വിളിക്കും? ഏത് വൈകല്യം? ഏത് വൈകല്യമാണ് അശ്വതി? ഓട്ടിസം അല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത സാധനമാണിത്. ഡിസ്പ്രാക്സിയ അല്ലേ? ഒരു മാസത്തോളം സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, എനിക്ക് സൈക്കിൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്ത് വൈകല്യം കൊണ്ടാ? ഡിസ്പ്രാക്സിയ ഉള്ളത് കൊണ്ടാണ് അല്ലെ? ഡിസ്പ്രാക്സിയ ഉള്ളത് കൊണ്ടാണ്. എത്ര പരിശീലനം നടത്തിയിട്ട് എനിക്കതിന് പറ്റുന്നില്ല, ഡിസ്പ്രാക്സിയ ഉണ്ട് എന്ന് വേണം പറയാം. കണ്ണും കയ്യും അല്ലെ, അതുപോലെ തന്നെ ബ്രെയിനും ഒക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടി കഴിയണം, ഓരോ കുട്ടിക്കും കഴിയണം. അങ്ങനെയുള്ള പഠന പ്രവർത്തനങ്ങളും ക്ലാസ് റൂമിൽ നൽകേണ്ടതുണ്ട്. അതാണ് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പറഞ്ഞത്. മുത്ത് പെറുക്കുക, മഞ്ചാടി പെറുക്കുക, ഗോട്ടി പെറുക്കുക, അങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടുക, കീറുക, മുറിക്കുക, പസിലുകൾ യോജിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒട്ടനവധി പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിനകത്ത് ടീച്ചർമാർ കൊടുക്കാറുണ്ട്. ചില സമയത്ത് ഇതൊന്നും ആലോചിക്കാറുണ്ടാവില്ല ടീച്ചർ. ഈ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്തിനാണ് എന്നൊന്നും ആലോചിക്കാറുണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാണുന്നു. കല്ല് എണ്ണുക, പറക്കി എണ്ണുക, കൂട്ടി വാരുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൊടുക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ കുട്ടിയുടെ
പേശി വികാസമാണ് നടക്കുന്നത്. അപ്പോൾ വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക് കടക്കുന്നു. ഇതാണ് പ്രധാനം. സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക്, ജനറൽ ടു സ്പെസിഫിക്. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അഞ്ചാമത്തത്, വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയാണ്. എന്താ പാരമ്പര്യം? എന്താ പാരമ്പര്യം? ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്രോമസോമുകളിലുള്ള ജീനുകളിൽ നിന്ന് മാതാപിതാക്കളുടെ സ്വഭാവവിശേഷങ്ങള് ആർക്ക് കിട്ടും? മക്കൾക്ക് കിട്ടും. അങ്ങനെ മക്കളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഹെറിഡിറ്റി, അല്ലേ? ഉദാഹരണത്തിന്, അച്ഛൻ്റെ മുടി പോലെ മകൻ്റെ മുടി, അച്ഛൻ്റെ മുഖം പോലെ മകൻ്റെ മുഖം, അമ്മയുടെ ശരീരപ്രകൃതം പോലെ മകൾ. ഇത് ഇയാളുടെ മോൻ തന്നെ എന്ന് പറയാറില്ല. എന്നെ കണ്ടിട്ട് ഇന്നാളെ മോനാന്ന് തോന്നുന്നുണ്ടല്ല എന്ന് പറയല്ലേ? ഉണ്ട്. അപ്പൊ അച്ഛനെ അവർക്കറിയാം. ഞാനോ നടാന്ന് ചോദിക്കും, അതേ എന്ന് പറയും, അല്ലേ? അപ്പോൾ പാരമ്പര്യം അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. ചിലപ്പോൾ നിറത്തിന്റെ കാര്യത്തിൽ, മുടിയുടെ കാര്യത്തിൽ, ഉയരത്തിന്റെ കാര്യത്തിൽ, അപ്പോൾ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ ജന്മനാ ലഭിക്കുന്നതാണ് പാരമ്പര്യം എന്ന് പറയാം. ജന്മനാ ലഭിക്കുന്നതാണ് പാരമ്പര്യം. നമ്മുടെ തൊലിയുടെ കര, ത്വക്കിന്റെ നിറം, കണ്ണ്, മുടി, അല്ലെ, മുഖത്തിന്റെ ആകൃതി, ഇവയെല്ലാം പരമ്പരാഗതമായിട്ട് ലഭിക്കുന്നതാണ്. ഏത് വികസനത്തില് പരിസരം വേണ്ടേ? എൻവയറമെന്റ് വേണ്ടേ? വികാസം ഇതിൽ പാരമ്പര്യവും വരും, പരിസരവും വരും. പരിപക്വനം വേറെ, പഠനം വേറെ. ഇവിടെ പറഞ്ഞത് എത്രയേ ഉള്ളൂ? വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണം വേണേ ഞാൻ പറയാം. ഒരു മാവ് നമ്മൾ നട്ടു, വെറുതെ അത് വളരുമോ? എല്ലാ വിത്ത് ഗുണം എല്ലാം ഉണ്ട്, വെറുതെ വളരുമോ? എല്ലാം വേണം, വേണ്ടേ? എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം, വേര് പോകുന്ന സ്ഥലത്തായിരിക്കണം, ഫലഭൂയിഷ്ടമായ മണ്ണായിരിക്കണം, എല്ലാം വേണ്ടേ? വേണം. എല്ലാ സവിശേഷതയോടും കൂടി ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നില്ല, അവനെ ഇങ്ങനെ യാചിക്കാൻ വേണ്ടി അയക്കാണ്. അതിന് വേണ്ടത്ര പ്രോഗ്രസ് ഉണ്ടാവോ? ആവോ? നമുക്കൊരു അമാവാസി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, പിന്നെ ഭിക്ഷാടന സമയത്ത്, അല്ലേ, ബോംബ് പൊട്ടിയിട്ട് കൈ പോയ. പിന്നീട് ആ കുട്ടി എന്തായി മാറി? അറിയയില്ല ആർക്കും. അപ്പൊ സാഹചര്യം കൊണ്ട് അവന് പഠിക്കാൻ പറ്റിയില്ല ആദ്യം. പിന്നീട് അവന് വേണ്ടുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും കിട്ടിയപ്പോ എന്തായി? ഉയർന്ന നിലയിലേക്ക് എത്തപ്പെട്ടു, അല്ലേ? ഇന്ന് സമൂഹം അറിയുന്ന ഒരാളായിട്ട് അയാൾ മാറിയിരിക്കുന്നു. പേരടക്കം മാറിയെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ പേരതാണോ? അല്ല. അപ്പൊ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അപ്പോ വികാസത്തിന്റെ കാര്യത്തിൽ പാരമ്പര്യം മാത്രം പോരാ, പരിസരം കൂടി വേണം. അപ്പൊ ഒരു സൂത്രവാക്യമുണ്ട്. എന്താ അത്?
പേഴ്സണാലിറ്റി ഈക്വൽ ഹെറിഡിറ്റി ഇൻറ്റു എൻവയോൺമെന്റ്. പി സമം എച്ച് ഇൻറ്റു ഇ എന്നാണ് പറയുക. പി സമം എച്ച് ഇൻറ്റു ഇ എന്നാണ് പറയുക. അപ്പൊ നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ അഭിക്ഷമതയിലും എല്ലാം എന്തുണ്ട് എന്ന് പറയാം? പരിസരത്തിന്റെ സ്വാധീനമുണ്ട്. പ്രദേശങ്ങളിൽ വളരുന്ന കുട്ടിയും ഗ്രാമപ്രദേശങ്ങളിൽ വളരുന്ന കുട്ടി ഒരുപോലെയാണോ? ആണോ? അല്ല. ഭാഷയുടെ കാര്യത്തിൽ, വേഷത്തിന്റെ കാര്യത്തിൽ, അല്ലേ, എല്ലാം അവൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? ഭക്ഷണത്തിന്റെ കാര്യത്തിലടക്കം ഭാഷ, വേഷം, ഭക്ഷണം, അല്ലേ, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും രണ്ടാളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയും. അശ്വതി, ക്ലിയർ ആയോ? അത് പറയാം നമുക്ക് പിന്നീട്. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. രണ്ടും രണ്ടാണ്. മെച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു പാകമാവലുണ്ട്. 5 വയസ്സായ കുട്ടി അല്ലെങ്കിൽ 6 വയസ്സായ കുട്ടിയെയാണ് നമ്മൾ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നത്, അല്ലേ? അല്ലേ? അപ്പോ ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന പ്രക്രിയയാണേത്? മെച്ചുറേഷൻ. ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന പ്രക്രിയയാണ് മെച്ചുറേഷൻ. എന്ന് പറഞ്ഞാൽ അത് ഇൻഹറന്റ് ആണ്. അത് ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ വിശേഷങ്ങളുടെ അനാവരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു പ്രത്യേക പ്രായത്തിലാണ് കുട്ടി ഇഴയാനും നടക്കാനും ഓടാനും ഒക്കെ കഴിയുന്നത്. എത്ര വയസ്സാകുമ്പോൾ കുട്ടി നടക്കും? കണക്കേതാ? ആഗോള നിലവാരം അനുസരിച്ച് എത്രാമത്തെ പ്രായത്തിൽ കുട്ടി നടക്കണം? ഏകദേശം 1.5 വയസ്സാകുമ്പോഴേക്കാണ് നമ്മൾ പറയാറ്, അല്ലേ, കുട്ടി നടന്നു തുടങ്ങും. 2 വയസ്സായിട്ടും നടക്കുന്നില്ല, 2.5 വയസ്സായിട്ടും നടക്കുന്നില്ല, 3 വയസ്സായിട്ടും നടക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറയും, അല്ലേ? അങ്ങനെ പറയില്ലേ? അതെ, ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയും. അപ്പോൾ ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള പാകത വേണ്ടതുണ്ട്. അതുപോലെ ബുദ്ധിയുടെ വികാസം ഓരോ നിശ്ചിത പ്രായമാകുമ്പോഴേക്കും ഇന്ന കാര്യങ്ങളെല്ലാം പറയേണ്ടതുണ്ട്. എത്ര മാസം ആകുമ്പോഴേക്കും അമ്മയെ നോക്കി കുട്ടി പിന്നെ ചിരിക്കണം? നമ്മ കുട്ടിയെ നോക്കിയിട്ട് അങ്ങോട്ട് പിന്നെ എന്തെങ്കിലും കാണിച്ചാൽ കുട്ടി തിരിച്ചിങ്ങോട്ട് ചിരിക്കണ്ടേ? വേണ്ടേ? പ്രതികരണം ഉണ്ടാവണ്ടേ കുട്ടിയുടെ ഭാഗത്ത് നിന്ന്? മോനെ, നിനക്ക് വെള്ളം വേണോ എന്ന് ചോദിച്ചാൽ അമ്മേ എനിക്ക് വെള്ളം വേണം എന്ന് അങ്ങനെ പറയാൻ വേണ്ടി പാകാവണ്ടേ കുട്ടി? ആദ്യം അങ്ങനെ ആവോ? ഇല്ല. അപ്പൊ ആദ്യം കുട്ടി എന്താ പറയുന്നത്? ഭാഷാവികാസത്തിന്റെ കാര്യം എടുത്താൽ അപ്പം എന്ന് മാത്രമേ കുഞ്ഞ് പറയൂ, അല്ലേ? അമ്മേ എനിക്ക് അപ്പം വേണമെന്ന് പറയോ? ഇല്ല. പാകമായി കഴിഞ്ഞാൽ കുട്ടി എന്ത് പറയും? അമ്മേ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയും, അല്ലേ? അതെ. അപ്പൊ അമ്മേ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയുന്ന തരത്തിലേക്ക് കുട്ടി വികസിക്കണ്ടേ? അതുകൊണ്ടാ പറഞ്ഞത് വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ പഠനം എങ്ങനെ നടക്കാം? അപ്പോ ബാഹ്യശക്തികളുടെ പ്രേരണ കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതാണ് പഠനം.
അപ്പൊ അത് അനുഭവത്തിലൂടെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ പാകമായത് കൊണ്ടാണ് പുതിയ കാര്യങ്ങൾ അറിയുകയും പുതിയ സ്കില്ലുകൾ ഉണ്ടാവുകയും പുതിയ പുതിയ ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ആസ്വാദനക്ഷമത ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ പഠനം തന്നെയാണ്. ആപ്റ്റിറ്റ്യൂഡ്, അപ്രീസിയേഷൻ തുടങ്ങിയവയെല്ലാം പഠനം തന്നെയാണ്. പാട്ട് കേട്ടിരിക്കാനുള്ള ശേഷി അതൊരു ആസ്വാദന ശേഷിയല്ലേ? നാടകം കണ്ടിരിക്കാനുള്ള ശേഷി വേണ്ടേ? അപ്പോൾ പുതിയ കാര്യങ്ങൾ അറിയുക, പുതിയ സ്കില്ലുകൾ ഉണ്ടാവുക, ആപ്റ്റിറ്റ്യൂഡുകൾ ഉണ്ടാവുക എന്നിവയെല്ലാം ലേണിംഗ് ആണ് എന്ന് പറയും, പഠനമെന്നാണ് പറയുക. അപ്പോൾ മെച്യൂരിറ്റി അല്ലെങ്കിൽ വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതാണ് അഞ്ചാമത്തെ വികാസ തത്വം എന്ന് പറയുന്നത്. അല്ലെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, നമുക്ക് പാകമാവാത്ത കുട്ടിയെ നമ്മൾ എഴുതിക്കാൻ വേണ്ടി ശ്രമിക്കുമോ? ഇല്ല. പാകമാവുമ്പോഴല്ലേ കുട്ടിയെ എഴുത്തിനിരുത്തുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ പഠനാനുകൂല നിമിഷങ്ങളുണ്ട് അല്ലേ? ഓരോ ടീച്ചബിൾ മൊമെന്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെ പ്രായം, റെഡിനെസ്, ഇൻട്രസ്റ്റ് എന്നിവയെല്ലാം പ്രധാനമാണ്. കുട്ടിയുടെ പ്രായം, കുട്ടിയുടെ റെഡിനെസ്, കുട്ടിയുടെ ഇൻട്രസ്റ്റ്, പഠനത്തിൽ താല്പര്യം ഒരു പ്രധാന ഘടകമാണ്, സന്നദ്ധത ഒരു പ്രധാന ഘടകമാണ്, ഇൻട്രസ്റ്റ് ഒരു പ്രധാന ഘടകമാണ്. താല്പര്യമില്ലാത്ത ഒരു കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റുള്ളൂ? ഇല്ല. എപ്പോഴാണോ താല്പര്യം, ആ താല്പര്യമുള്ള സമയത്ത് അവന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പൊ ലേണിംഗ് റെഡിനെസ് ഉണ്ടാവണം, കുട്ടിക്ക് സന്നദ്ധത ഉണ്ടാവണം, ഇല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോ പരിപക്വനം പഠനത്തെ അല്ലെങ്കിൽ വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ എത്ര പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തു? എത്ര പോയിന്റ് ആയി? 5 പോയിന്റ് അല്ലേ? അശ്വതി 5 പോയിന്റ് അല്ലേ നമ്മൾ ചർച്ച ചെയ്തത്? അതെ. അടുത്ത പോയിന്റ് വികാസം പറഞ്ഞോളൂ രമ്യ, പറഞ്ഞോളൂ. നെക്സ്റ്റ് പോയിന്റ്, വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. Development take place at different rates for different part of body. Development takes place at different rates for different part of body. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. ഇതാണ് ശരിയായ മറ്റൊരു പ്രസ്താവന. എന്ന് പറഞ്ഞാൽ ശൈശവത്തിൽ വളർച്ചയുടെ തോത് എങ്ങനെയാണ്? ശൈശവത്തിൽ വളർച്ചയുടെ തോത് എങ്ങനെയാ? കൂടുതലാണോ കുറവാണോ?
ജനിക്കുമ്പോൾ ഒരു കുട്ടി എത്ര തൂക്കം ഉണ്ടാവേണ്ടത്? 2,780, അതിനൊരു കണക്കുണ്ട്. എത്ര മുതൽ എത്ര വരെ? എത്ര മുതൽ എത്ര വരെ? 2.5 കിലോഗ്രാം മുതൽ 3.5 കിലോഗ്രാം വരെ. ആഗോള നിലവാരം അനുസരിച്ച് 3.5 വരെ. അപ്പൊ 2,500 മുതൽ 3,500 വരെയാണ് ലോക നിലവാരം അനുസരിച്ചുള്ള കണക്ക്. എന്നാൽ 1 വയസ്സാകുമ്പോ കുട്ടിയുടെ ഭാരം എത്രയായിരിക്കും? ജനിക്കുമുണ്ടായതിന്റെ എത്ര മടങ്ങായിരിക്കും 1 വയസ്സാകുമ്പോ? എത്രയായിരിക്കും? 3 മടങ്ങായിരിക്കില്ലേ? അതെ, 3 മടങ്ങ് അല്ലെ? 3 മടങ്ങായിരിക്കും. ഇതുപോലൊരു പെട്ടെന്നുള്ള ചാട്ടം എവിടെ സംഭവിക്കും? കൗമാരത്തിലും അങ്ങനെ ആയിരിക്കില്ലേ? പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വളരുന്നു എന്ന് പറയാറുണ്ട് അല്ലേ? ആൺകുട്ടികളെക്കാൾ വേഗത്തിൽ ആരാ ശാരീരിക വളർച്ച ആർക്കാ ഉണ്ടാവുക? പെൺകുട്ടികളൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ മസ്തിഷ്കത്തിന്റെ വളർച്ച 7-8 വയസ്സാകുമ്പോഴേക്കും പൂർണ്ണമാകുന്നു എന്നാണ്. അപ്പൊ വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഭാരത്തിന്റെ കാര്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ജനിക്കുമ്പോഴുണ്ടായതിന്റെ 3 മടങ്ങായിരിക്കും 1 വയസ്സാകുമ്പോ. എത്ര ഉയരം ഉണ്ടാവേണ്ട ജനിക്കുന്ന ഒരു കുട്ടിക്ക്? എത്ര സെന്റിമീറ്റർ ഉയരം ഉണ്ടാവുന്ന പറയുന്നത് ആഗോള നിലവാരം അനുസരിച്ച്? നമ്മളത് ചർച്ച ചെയ്ത കാര്യമാണ്. ഒരാളുടെ നിരീക്ഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എലിസബത്ത് ഹർലോക്കിന്റെ പുസ്തകം എടുത്ത് നോക്കുക. അപ്പോൾ ജനിക്കുന്ന സമയത്ത് 45 സെന്റിമീറ്റർ മുതൽ അങ്ങോട്ട് അല്ലെ, 45 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ വരെ ഉയരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. 6 വയസ്സായ ഒരു കുട്ടി എത്ര ഉയരം ഉണ്ടാവും, എത്ര തൂക്കം ഉണ്ടാവും എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എത്ര തൂക്കം? 20 കിലോ എങ്കിലും ഉണ്ടാവുമെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റ് കൂടി ഓർമ്മിക്കുക. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ വികാസവും ഓരോ റിലേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ശാരീരിക വികാസം, ബൗദ്ധിക വികാസം അല്ലെ, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് എന്നീ മേഖലകളിലെ വികാസങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ശാരീരിക ആരോഗ്യമാണ് മാനസിക ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുന്നത്. ശാരീരിക ആരോഗ്യമില്ലാത്ത ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമോ? എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റുമോ? അപ്പൊ കുട്ടിക്ക് അത്യാവശ്യം വേണ്ടുന്ന ആരോഗ്യം വേണ്ടേ? വേണം. അപ്പൊ ശാരീരിക ആരോഗ്യമാണ് മാനസികാരോഗ്യം ഉണ്ടാക്കുന്നത്. മാനസികാരോഗ്യമാണ് ശാരീരിക ആരോഗ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ശാരീരിക വൈകല്യങ്ങൾ മറ്റുള്ള വികാസങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു.
വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ബൗദ്ധിക വികാസം, ശാരീരിക വികാസം, സാമൂഹിക വികാസം, വൈകാരിക വികാസം എന്നീ മേഖലകളിലെ വികാസങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാം. നെക്സ്റ്റ് പോയിന്റ്, വികാസം പ്രവചനീയമാണ്. വികാസം പ്രവചനീയമാണ്. എങ്ങനെ? ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു കുട്ടിക്ക് എത്ര വളർച്ചയും വികാസവും ഉണ്ടായിരിക്കുമെന്ന് കണക്കുണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു കുട്ടിക്ക് എത്ര വളർച്ചയും വികാസവും ഉണ്ടായിരിക്കുമെന്ന് കണക്കുണ്ട്, ആഗോള നിലവാരമുണ്ട്. അപ്പൊ വളർച്ചയുടെ തോതനുസരിച്ച് അവന്റെ പൂർണ്ണത എങ്ങനെയായിരിക്കും എന്ന് പറയാം. അപ്പോൾ ഉദാഹരണം ഇങ്ങനെ വേണം പറയാം. ഒരു കുട്ടിയുടെ എല്ലിന്റെ എക്സ്റേ പരിശോധിച്ചാൽ പൂർണ്ണതയിൽ കുട്ടിയുടെ വലുപ്പം എത്രയാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കുട്ടിയുടെ ബുദ്ധിശക്തി, അഭിക്ഷമത, സാമൂഹിക ബന്ധം തുടങ്ങിയവയൊക്കെ ഏറെക്കുറെ അളക്കുവാനുള്ള മാപിനികൾ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാര് അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുട്ടിയുടെ ബുദ്ധിശക്തി, ആപ്റ്റിറ്റ്യൂഡ്, സോഷ്യൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെ അളക്കാൻ വേണ്ടി പറ്റും, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെ ഇങ്ങനെ പറയാം, ശീഘ്രഗതിയിൽ വളർന്ന കുട്ടിയുടെ വളർച്ച ആദ്യാവസാനം വരെ ശീഘ്രമായിരിക്കും. മന്ദഗതിയിൽ വളർന്ന കുട്ടിയുടെ വളർച്ച ജീവിതത്തിലുടനീളം ചിലപ്പോഴെങ്ങനെയായിരിക്കും? കുട്ടിയുടെ വളർച്ച ആദ്യാവസാനം വരെ മന്ദഗതിയിൽ തന്നെയായിരിക്കും. അപ്പൊ ഓരോ വ്യക്തിയിലും വികാസം ജീവിതത്തിലുടനീളം ഗതിവേഗം കാര്യമായ വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നതിനാൽ വികാസം പ്രവചനീയമാണ് എന്ന് പറയാം. ഡെവലപ്മെന്റ് ഈസ് പ്രെഡിക്റ്റബിൾ, പ്രവചനീയമാണ്. അപ്പൊ ഇത്രയും പ്രസ്താവനകൾ നമ്മൾ ഓർമ്മിച്ചു വെക്കുക. പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളൊക്കെയായി. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പോവേണ്ടത് പ്രധാനപ്പെട്ട വികാസങ്ങളിലേക്കാണ്. ഒന്ന്, ഞാൻ ഇതുവരെ പറഞ്ഞ പോയിന്റ് ആരാ ഒന്ന് ആവർത്തിച്ച് പറയുന്നത്? ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ച വികാസ തത്വങ്ങൾ ആരാണ്? അശ്വതി പറയോ? പറഞ്ഞു. അശ്വതി നമ്മുടെ മുന്നേ ക്ലാസ്സിലുണ്ടായ അശ്വതി തന്നെയാണോ? ചെറുവത്തൂർ ക്ലാസ്സിൽ വന്ന അശ്വതി തന്നെയാണോ കാലിക്കടവിലെ? അല്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, പുതിയ കുട്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓർഡിനറി അല്ല അശ്വതി, ഓർഡേർലി ആണ്. തലമുതല് കാൽപാദം വരെയുള്ള ഭാഗം, ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു. അതായത് ഹൃദയം, വൃക്ക, കരൾ എന്നിവ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ വികസിച്ച് വിരൽ ചുണ്ടിലേക്ക് വികസിക്കുന്നു. വികാസം ക്യൂമുലേറ്റീവ് ആണ്, അതായത് സഞ്ചിതമാണ്.
സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. വികാസം സാമാന്യ സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് വിശേഷ സ്ഥൂലത്തിലേക്ക് കടക്കുന്നു. സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്കാണ്, അല്ലെങ്കിൽ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കാണ്. സൂക്ഷ്മത്തിലേക്ക്. അതെ, സ്ഥൂലം ടു സൂക്ഷ്മം, സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക്. ഉദാഹരണം പറഞ്ഞു അല്ലേ? ഓക്കെ. വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിക്കുന്നു. ഓക്കെ. വികാസം പരിപക്വതത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. ഓക്കെ. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസം പ്രവചനീയമാണ്. അതെങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് പോവേണ്ടത് ബൗദ്ധിക വികാസം അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട പിയാഷയുടെയും ബ്രൂണറുടെയും കാഴ്ചപ്പാടുകൾ. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഭാഷാവികാസം, ഭാഷാവികാസവുമായി ബന്ധപ്പെട്ട് വൈഗോൾസ്കി, പിയാഷെ, നോം ചോംസ്കി തുടങ്ങിയവരുടെ കാഴ്ചപ്പാടുകൾ. അതേപോലെ തന്നെ വൈകാരിക വികാസം, ഇമോഷണൽ ഡെവലപ്മെന്റ്. അത് പറയുമ്പോൾ തന്നെ ആരെ നമ്മൾ ഓർമ്മിക്കണം? കാതറിൻ ബ്രിഡ്ജസ് അല്ലേ? കാതറിൻ ബ്രിഡ്ജസ്. അപ്പോ ബൗദ്ധിക വികാസ സിദ്ധാന്തങ്ങൾ, ഭാഷാവികാസ സിദ്ധാന്തങ്ങൾ, വൈകാരിക വികാസ സിദ്ധാന്തങ്ങൾ, സാമൂഹ്യ വികാസം, സോഷ്യൽ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അങ്ങനെ ആവാം. ബൗദ്ധിക വികാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പിയാഷയുടെ കാഴ്ചപ്പാട് എന്താണ്? ഓക്കെ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ സുജ? എങ്ങനെയാണ്? അതന്നെയല്ലേ അവരിപ്പോ പറഞ്ഞത്. അശ്വതി പറഞ്ഞല്ലോ, സാമാന്യത്തിൽ നിന്നും വിശേഷണത്തിലേക്കാണ്, ജനറൽ ടു സ്പെസിഫിക് ആണ്. പിന്നെ രമ്യ ഒന്നുമില്ലല്ലോ? ഇല്ല. ആ, മീനു മീനാക്ഷി ആരാ? ആ, എന്ത് പറയുന്നു? വായിക്കണം. വായിക്കാതെ നമുക്ക് ഈ ടേംസും ഈ കാര്യങ്ങളൊന്നും എപ്പോഴും ഓർമ്മയുണ്ടാവില്ല. മാത്രമല്ല പഴയ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എടുത്ത് നോക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ. പാരമ്പര്യത്തിന്റെ നിയമങ്ങൾ അത് വരുമോ? അത് പറയാം, നമുക്ക് പിന്നീട് പറയാം. ഓക്കെ. ശ്വേത എന്തുണ്ട്? ആ, ക്ലിയർ ആയി. രജിത ഒന്നുമില്ലല്ലോ? ഷഹാന? ആ, ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ഇന്ന് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. ഓക്കെ. ഓക്കെ. ഗുഡ് നൈറ്റ്. Okay, sir. Good night. Thank you, sir. ഓക്കെ.